കോഴിക്കോട് നഗരത്തിൽ നിന്ന് പ്രതിദിനം 382 ടൺ മാലിന്യമാണ് ഹരിതകർമ്മസേന ശേഖരിക്കുന്നത്. അതിലെ അജൈവ മാലിന്യം വേർതിരിച്ചെടുക്കുന്നതുവരെ സംഭരിച്ചു വയ്ക്കുക എന്നത് കോർപ്പറേഷനും നഗരവാസികൾക്കും വലിയ വെല്ലുവിളിയാണ്. 55 ലക്ഷം രൂപ മുതൽ മുടക്കി അഴക് പദ്ധതിയിൽ അതിനൊരു പരിഹാരം കാണുകയാണ് കോർപ്പറേഷൻ. സാധാരണ ഇത്തരം കണ്ടെയ്നറുകൾ ഉപയോഗിക്കാറ് ചരക്ക് കയറ്റുമതിക്കും ഇറക്കുമതിക്കുമാണ്. എന്നാൽ കോഴിക്കോട് നഗരത്തിലെത്തിയിരിക്കുന്ന ഈ കണ്ടെയ്നറുകൾ അത്തരം ചരക്ക് വ്യാപാരത്തിന് വേണ്ടിയുള്ളതല്ല. പകരം കോഴിക്കോട് നഗരത്തിൽ നിന്ന് ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയാണ്. ഈ കോർപ്പറേഷൻ്റെ ഹരിതകർമ്മസേനയുടെ കളക്ഷൻ വലിയ രീതിയിൽ നമുക്ക് വീടുകളിൽ നിന്ന് സഹകരണം കിട്ടി. വലിയ ക്വാണ്ടിറ്റി നമുക്ക് വന്നു. നമ്മളിപ്പോൾ അഴകിൻ്റെ ചാക്കിലാണ് വേസ്റ്റ് എടുക്കുന്നത്. അതും വീടുകളിൽ നിന്നൊരു പ്രൈമറി സെഗ്രിഗേഷൻ കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ വീടുകളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് MCFകളിൽ സൂക്ഷിച്ചിട്ട് അവിടെ നിന്ന് റിക്കവറി സെൻറ്ററിലേക്ക് കൊണ്ടുപോകുക, MRFലേക്ക്. അപ്പോൾ ഈ MCFകൾ നമ്മൾ ഒരു 23 എണ്ണം നഗരത്തിൻ്റെ പല ഭാഗങ്ങളിൽ പണിയുന്നതിന് വേണ്ടി പ്രപ്പോസൽ വെച്ചു. അത് സിവിൽ കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടി. പക്ഷേ ആളുകളുടെ വലിയ രീതിയിലുള്ള എതിർപ്പുണ്ടായത് കാരണം നമുക്ക് ഒരു 7 എണ്ണം കണ്ടേ പണിയാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് സൂക്ഷിക്കുന്നതിന് പ്രയാസമുള്ളത് കൊണ്ട് ഈ കളക്ഷൻ കഴിഞ്ഞിട്ട് ഇത് MRFലേക്ക് കൊണ്ടുപോകുന്നത് വരെ റോഡിൻ്റെ സൈഡിൽ വെക്കേണ്ടി വരുന്നുണ്ട്. അത് വലിയ രീതിയിലുള്ള പ്രയാസം നമുക്ക് സൃഷ്ടിച്ചിരുന്നു. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രീ യൂസ്ഡ് കണ്ടെയ്നറുകൾ നമ്മൾ എടുത്തിട്ട് പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഒരു മെസ്സേജ് കൂടെ കൊടുത്തുകൊണ്ട് ആളുകൾക്ക്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ വിചാരിക്കുന്നത് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 25 സ്ഥലത്ത് ഇപ്പോൾ പദ്ധതി വെച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 ഉദ്ദേശങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. നമുക്ക് വളരെ എളുപ്പത്തിൽ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് വെക്കാം. ഇപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇതിനകത്തൊരു മെസ്സേജ് നമുക്ക് ആളുകൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതും ചെയ്യണം. പിന്നെ അതുകൂടാതെ നമ്മൾ വിചാരിക്കുന്നത് ഇതിനെല്ലാം CCTV ഇത് വെക്കുന്ന സ്ഥലത്ത് CCTVയുടെ കവറേജ് നമ്മൾ കൊടുക്കുന്നുണ്ട്. കണ്ടെയ്നർ പദ്ധതി കോഴിക്കോട് നഗരത്തിൽ നടപ്പിലാക്കുന്നതോടെ അജൈവ മാലിന്യം പല സ്ഥലത്ത് കൂട്ടിയിടുന്നത് ഒഴിവാക്കാൻ സാധിക്കും. ഈ മാലിന്യം തെരുവുനായ്ക്കൾ വലിച്ചു കീറുന്നതും ഇനി കാണാൻ കഴിയില്ല. മഴക്കാലത്ത് വെള്ളം കെട്ടിനിന്ന് കൊതുക് പെരുകുന്നതും ഇല്ലാതാകും. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, സീനിയർ റിപ്പോർട്ടർ.